ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പുതിയ സ്റ്റോറിയാണേ. എൻ്റെ പേര് ശിവ. എനിക്ക് 25 വയസ്സായി. ഇതുവരെ എനിക്ക് ലവ് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ 25 വയസ്സ് വരെ ഞാൻ കന്യകനായി തന്നെ ജീവിച്ചു. പക്ഷേ എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ആ ടൈപ്പ് റിലേഷൻഷിപ്പൊക്കെ വേണമെന്ന്. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഓൾഡ് ഏജ് പെൻഷൻ അപ്ലൈ ചെയ്യാൻ അടുത്തുള്ള പഞ്ചായത്ത് ഓഫീസിൽ പോയി. അങ്ങനെ അവിടെ വെച്ച് ഞാൻ അവളെ കണ്ടു. അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അവൾ എൻ്റേതാകുമെന്ന്. അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവളുടെ പേര് ഷിജി. അവൾക്ക് വയസ്സ് 42. അവളാണ് എനിക്ക് അമ്മയുടെ പെൻഷൻ ആപ്ലിക്കേഷനൊക്കെ ശരിയാക്കി തന്നത്. അപ്പോൾ ഞാൻ അവളെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് അവൾ എന്നെ നോക്കി. അപ്പോൾ ഞാൻ പേടിച്ച് മുഖം തിരിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ അവളുടെ അവിടെ നോക്കിയത് അവൾ കണ്ടിട്ടുണ്ടാവല്ലേ എന്ന്. ഞാൻ വീണ്ടും അവളെ നോക്കിയപ്പോൾ അവൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അവളുടെ സാരിത്തലപ്പ് താഴോട്ടായിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് ശരിക്കും അവളുടെ അതൊക്കെ കാണാം. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും അവളെ വളച്ച് സെറ്റാക്കണമെന്ന്. പക്ഷേ എനിക്കൊരു ഐഡിയയും ഇല്ലായിരുന്നു അവളെ എങ്ങനെ വളയ്ക്കണമെന്ന്. അവളോട് ഫോൺ നമ്പർ വാങ്ങണമെന്ന് എനിക്ക് തോന്നി. എന്നാൽ എൻ്റെ പേടി കാരണം ഞാൻ അതിന് മുതിർന്നില്ല. അപ്ലൈ ചെയ്ത് തിരിച്ചു വരാൻ നേരം ഞാൻ അവളോട് ചോദിച്ചു, ഇത് ഓക്കെ ആയാൽ ഞാൻ എങ്ങനെ അറിയുമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു 1 വീക്ക് കഴിഞ്ഞ് അവിടെ പോയി ഒന്നുകൂടെ ചോദിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ അവളുടെ നമ്പർ വാങ്ങാൻ ധൈര്യമില്ലാതെ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി എൻ്റെ വണ്ടിയുടെ അടുത്തെത്തി. പെട്ടെന്ന് എൻ്റെ പിറകിൽ നിന്ന് അവൾ വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കി. ഞാൻ ഞെട്ടി അവിടെ തന്നെ നിന്നു. അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എനിക്ക് നേരെ ഒരു കടലാസ് നീട്ടി. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? ഇതെൻ്റെ ഫോൺ നമ്പറാണ്. ഒരാഴ്ച കഴിഞ്ഞ് വരണം എന്നില്ല, എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി. ഓ, താങ്ക് യു ഷിജി. അപ്പോൾ തന്നെ ഞാൻ അവൾക്കൊരു മിസ്ഡ് കോൾ ചെയ്തു. ഇതെൻ്റെ നമ്പറാണ്, സേവ് ചെയ്ത് വെച്ചോളൂ. ഓക്കേടാ, ശരി. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതുപോലെ അവളുടെ നമ്പർ കിട്ടി. പക്ഷെ ഞാൻ എന്തു പറഞ്ഞ് അവൾക്ക് മെസ്സേജ് അയക്കും എന്നാലോചിച്ച് നിന്നു. അങ്ങനെ ഇരിക്കെ വാട്സാപ്പിൽ അവളുടെ സ്റ്റാറ്റസ് കണ്ടു. അവളുടെ ഒരു ഫോട്ടോ ആയിരുന്നു സ്റ്റാറ്റസ്. ഞാൻ അവളുടെ സ്റ്റാറ്റസിന് ക്യൂട്ട് എന്ന് മെസ്സേജ് അയച്ചു. രാത്രി അയച്ചപ്പോൾ ഷിജി ഒരു ചിരിക്കുന്ന ഇമോജി അയച്ചു. തുടർന്ന് അവരുടെ വാട്സപ്പ് മെസ്സേജുകളാണ്. ശിവ, എന്താ ചിരിക്കുന്നത്? ഷിജി, ഈ കിളവിയായ എന്നെയാണോ നീ ക്യൂട്ടെന്ന് പറഞ്ഞത്? നീ ആള് മാറി അയച്ചതാണോ അതോ എന്നെ കളിയാക്കാനാണോ? ഏയ്, ഞാൻ ഷിജിക്ക് തന്നെ അയച്ചതാണ്. ആര് പറഞ്ഞു ഷിജി കിളവിയാണെന്ന്? കണ്ടിട്ട് എനിക്ക് കിളവിയാണെന്ന് തോന്നുന്നില്ലല്ലോ. എനിക്ക് കണ്ടപ്പോൾ സുന്ദരിയായി തോന്നി, അതാണ് ഞാൻ ക്യൂട്ടെന്ന് പറഞ്ഞത്. നീ ശരിക്കും പറഞ്ഞതാണോ ഞാൻ സുന്ദരിയാണെന്ന്? അതെ ഷിജി, താൻ ശരിക്കും അതീവ സുന്ദരിയാണ്. തൻ്റെ ഹസ്ബൻഡ് ശരിക്കും ഭാഗ്യവാനാണ്. താങ്ക് യു ഡിയർ. ശിവ, തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഷിജി, ഹസ്ബൻഡ് ആൻഡ് സൺ. ശിവ, ഹസ്ബൻഡ് എന്താ ജോബ്? കാർ ഡ്രൈവറാണ്. മകൻ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? അതൊന്നുമില്ല, തന്നെ കണ്ട കിളവിയാണെന്നൊന്നും ആരും പറയുവല്ല. മകൻ പഠിക്കുവല്ല, അവൻ ജോലി ചെയ്യുവാണ്. ഓ മൈ ഗോഡ്, എന്തു പറ്റി? തനിക്ക് ഇത്ര വലിയ മകനുണ്ടോ? അൺബിലീവബിൾ. അതല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ കിളവിയാണെന്ന്. ഇത്ര വലിയ മകനുണ്ടായിട്ടും തന്നെ കാണാൻ വളരെ ചെറുപ്പമാണല്ലോ ഷിജിമോളെ. മോളോ ഞാനോ? എന്താ, ഇഷ്ടമായില്ലേ മോളെ വിളിച്ചത്? മെസ്സേജ് കണ്ടിട്ടും ഷിജി റിപ്ലൈ ഒന്നും തന്നില്ല. 30 മിനിറ്റ് നോക്കി ഞാൻ, എന്നിട്ടും റിപ്ലൈ വന്നില്ല. പിന്നെ ഞാൻ ചോദിച്ചു, എന്താ ഞാൻ മോളെ എന്ന് വിളിച്ചത് ഇഷ്ടമായില്ലേ? അതാണോ റിപ്ലൈ ഒന്നും തരാത്തത്? ഐ ആം റിയലി സോറി ഷിജി. 15 മിനിറ്റിന് ശേഷം ഷിജി റിപ്ലൈ അയച്ചു. സോറിഡാ, ഹസ്ബൻഡ് ഉറക്കമുണർന്നു, അതാ ഞാൻ റിപ്ലൈ തരാതെ കിടന്നത്. ഹസ്ബൻഡ് ഉറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു നിനക്ക് റിപ്ലൈ തരാൻ. ഓ ആണോ? ഞാൻ വിചാരിച്ചു എൻ്റെ ഷിജിമോൾ എന്നോട് ദേഷ്യമായി എന്ന്. എന്നിട്ട് ഹസ് ഉറങ്ങിയോ? ഉറങ്ങി.
നിൻ്റെ ഷിജിമോളാണോ ഞാൻ? ഓ, ഞാൻ മോളെ എന്ന് വിളിച്ചത് ഇഷ്ടമായില്ലേ? ഇനി ഞാൻ വിളിക്കുന്നില്ല. ഏയ് പിണങ്ങല്ലേടാ, എന്നെ ഹസ്സ് പോലും അങ്ങനെ മോളെ വിളിക്കാറില്ല. ആദ്യമായി നീയാണ് എന്നെ ഇത്രയും സ്നേഹത്തോടെ മോളെ എന്ന് വിളിച്ചത്. ആണോ? എന്നാൽ ഇനി മുതൽ ഞാൻ ഷിജിമോളെ എന്ന് വിളിക്കാം. ഡാ, നീ എന്നേക്കാൾ ചെറുപ്പമല്ലേ? അതിനെന്താ ഷിജിമോളെ, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ശരിക്കും പറഞ്ഞതാണോ? നിനക്ക് എൻ്റെ ഏജ് ഒരു പ്രശ്നമല്ലേ? എനിക്ക് ഈ സുന്ദരി കുട്ടിയുടെ ഏജ് ഒരു പ്രശ്നമേ അല്ല. താങ്ക്സ് ഡാ. എന്നാൽ ഞാൻ ഉറങ്ങട്ടെ, ഇപ്പോൾ തന്നെ 1:30 നാളെ ഓഫീസിൽ പോകണം. പിന്നെ ഹസ് ഉറക്കമാണെന്നാൽ പ്രോബ്ലം ആകും. ആ എന്നാൽ ഓക്കെ, ഗുഡ് നൈറ്റ് ഷിജിമോളെ. ഗുഡ് നൈറ്റാ. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഫോൺ നോക്കിയപ്പോൾ ഷിജിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തു. ഗുഡ് മോർണിംഗ് ഡിയർ. ഷിജി, ഞാൻ ഇത്ര പെട്ടെന്ന് നിൻ്റെ ഡിയർ ആയോ? ആയി. എന്താ, ആയാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അയ്യോ, എനിക്കെന്ത് പ്രോബ്ലം? ഞാൻ ഹാപ്പിയാണ്. പക്ഷേ എൻ്റെ ഹസ് അറിയേണ്ട ഇതൊന്നും. അറിഞ്ഞാൽ പ്രോബ്ലം ആകും. താൻ പറയാതെ ഹസ് അറിയില്ലല്ലോ. എന്താ, താൻ പറയോ? ഏയ്, ഞാൻ വിഡ്ഢിയല്ല ഇതൊക്കെ ഹസ്സിനോട് പറയാൻ. എന്നാൽ ഓക്കെ, നൈറ്റ് മെസ്സേജ് അയക്കാം. ഇപ്പോൾ ജോബുണ്ട്. ഓക്കെ ഡിയർ. വൈകുന്നേരം ഷിജിയെ കാണാൻ ഞാൻ അവളുടെ ഓഫീസിൻ്റെ അടുത്ത് പോയി. ജോലി കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ അവൾ എന്നെ കണ്ടു. അവൾ എന്നെ നോക്കി ചിരിച്ചിട്ട് ഒന്നും മിണ്ടാതെ പോയി അവിടെ നിന്നു. രാത്രി 11 ഷിജി മെസ്സേജ് അയച്ചു. ഹായ് ഡാ. ഹായ്. എന്താടാ ഇന്ന് നീ മെസ്സേജ് ഒന്നും അയക്കാത്തത്? താൻ എന്നെ കണ്ടിട്ട് എന്താ ഒന്നും മിണ്ടാതെ പോയത്? ഓ, അതിൻ്റെ ദേഷ്യമാണോ? അതെ. അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ ആരെങ്കിലും കണ്ടാലോ, അതാ ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത്. ഓ അതാണോ? എന്നാൽ കുഴപ്പമില്ല. അങ്ങനെ 2 ആഴ്ച കടന്നുപോയി. എൻ്റെ ഫോൺ വീണു പൊട്ടി. അതുകൊണ്ട് 2 ദിവസം ഷിജിയെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റില്ല. 3-ാം ദിവസം ഫോൺ ശരിയാക്കി കിട്ടി. ഞാൻ ഫോൺ നോക്കി. അപ്പോൾ ഷിജിയുടെ മെസ്സേജ് കണ്ടു. ഏകദേശം 30ഓളം മെസ്സേജ് ഉണ്ടായിരുന്നു. 28 വാട്സാപ്പ് കോളും 54 നോർമൽ കോളും ഫ്രം ഷിജി. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഷിജി എന്നെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ ഷിജിയെ വിളിച്ചു. അവൾ ഫോൺ എടുത്തു. ഡാ, നീ എവിടെയാ? 2 ഡേയ്സായി എന്താ മെസ്സേജൊന്നും അയക്കാത്തത്? ഞാൻ ഇത്ര കോൾ ചെയ്തു. നീ ഓക്കെ അല്ലേ? നിനക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു നിൻ്റെ റിപ്ലൈ ഒന്നും ഇല്ലാതെ. എടോ, എൻ്റെ ഫോൺ പൊട്ടിപ്പോയി. അതാണ് എനിക്ക് തന്നെ വിളിക്കാൻ പറ്റാത്തത്. എന്നാൽ എൻ്റെ ഓഫീസിൽ വന്ന് കാര്യം എന്നോട് പറയായിരുന്നില്ലേ? വന്നാലും താൻ സംസാരിക്കില്ലല്ലോ. ഇത്രയും ടെൻഷനായി നിൽക്കുമ്പോൾ നിന്നെ കണ്ടാൽ ഞാൻ സംസാരിക്കാതെ നിൽക്കുമോ? നീ വന്നിരുന്നേ ചിലപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ചു പോലും പോയേനെ. ആണോ? അതേടാ, 2 ഡേയ്സ് എനിക്ക് ഉറക്കം പോലും കിട്ടിയില്ല. എന്നെ അത്രയ്ക്ക് മിസ് ചെയ്തോ താൻ? അത് പറയേ. അതേടാ, നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. എന്നാൽ നാളെ കാണാം. ശിവ, എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഐ ആം വെയിറ്റിംഗ് ഫോർ ടുമോറോ. ഷിജി തിരിച്ച് റിപ്ലൈ കൊടുത്തു. ഞാനും. അങ്ങനെ ഉച്ചയായി. ഷിജി പറഞ്ഞതുപോലെ ഞാൻ അവിടെ എത്തി. ഷിജിയും എത്തി. ഹെൽമെറ്റ് ഇട്ട് എൻ്റെ ബൈക്കിൽ കയറി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ പിടിക്കുന്നതിന് നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? താൻ എന്താടോ ചോദിക്കുന്നത്? താൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഞാൻ കൊതിക്കുകയാണ്. അപ്പോൾ താൻ എന്നെ പിടിക്കുന്നതിന് എനിക്ക് എന്ത് പ്രോബ്ലം? അങ്ങനെ എൻ്റെ ഷിജി ആദ്യമായി എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ ബൈക്കിലിരുന്നു. ഞാനും ഷിജിയും 2 ഇണക്കുരുവികളെ പോലെ അങ്ങനെ ബൈക്കിൽ തിയേറ്ററിൽ പോയി. എന്നിട്ട് സിനിമയ്ക്ക് കയറി. അവിടെയും ഷിജി എൻ്റെ കൈകോർത്ത് പിടിച്ചിരുന്ന് സിനിമ കണ്ടു. ഞാൻ 2 പേർക്കും വേണ്ടി കൂൾ ഡ്രിങ്ക്സ് വാങ്ങി വന്നു. ഞങ്ങൾ ഡ്രിങ്ക്സ് കുറച്ച് കുടിച്ച് അതിനുശേഷം ഷിജി എന്നോട് പറഞ്ഞു എൻ്റെ ഡ്രിങ്ക്സിൻ്റെ ബാക്കി ഷിജി കുടിക്കണമെന്ന്. അവളുടെ ബാക്കി ഡ്രിങ്ക്സ് എന്നോട് കുടിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഡ്രിങ്ക്സ് പരസ്പരം മാറി കുടിച്ചു. അപ്പോൾ ഞാൻ ഷിജിയെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി എൻ്റെ ഷിജിക്ക്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എൻ്റെ ഷിജിയോട്?
ഇല്ല, ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞതാണ്. ഇതുവരെ എൻ്റെ ഹസ്സ് പോലും ഇതുവരെ ഞാൻ കുടിച്ചതിൻ്റെ ബാക്കി കുടിച്ചിട്ടില്ല. നീയാണ് ആദ്യമായി ഞാൻ കുടിച്ചതിൻ്റെ ബാക്കി കുടിക്കുന്നത്. എൻ്റെ പെണ്ണിൻ്റെ ബാക്കി ഞാൻ കുടിച്ചില്ലേ? ഞാൻ തന്നെ സ്നേഹിക്കുന്നതിന് എന്തർത്ഥമാണ് ഉള്ളത്? ആണോ? ഞാൻ നിൻ്റെ പെണ്ണാണോ? ശരിക്കും നിനക്ക് എന്നെ ഇഷ്ടമാണോ? അതെ, ഇനി മുതൽ താൻ എൻ്റെ പെണ്ണാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ഷിജിയെ. ഞാൻ വേറെ ആളുടെ ഭാര്യയാണ്. പിന്നെ എനിക്ക് നിൻ്റെ പ്രായമുള്ളൊരു മകനും ഉണ്ട്. ഇതൊക്കെ പ്രോബ്ലം ആകില്ലേ? താൻ പേടിക്കേണ്ട, തനിക്കൊരു പ്രോബ്ലം വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. താൻ എന്നെ വിട്ടു പോകാതെ നിന്നാൽ മതി. എനിക്കല്ല, നമുക്കെന്ന് പറ. നമുക്ക് രണ്ടാൾക്കും ഒരു പ്രോബ്ലം വരരുത്. നിനക്ക് എന്തെങ്കിലും ആയാൽ എനിക്ക് സഹിക്കില്ലടാ. ഓ മൈ ലവ്. എന്താടാ ചക്കരെ? മൂവി കാണാൻ കയറിയെങ്കിലും ഞങ്ങൾ മൂവി ശ്രദ്ധിച്ചതേയില്ല. മൂവി കഴിഞ്ഞ് ബീച്ചിൽ പോയി കെട്ടിപ്പിടിച്ചിരുന്ന് തിരമാല എണ്ണി. സമയം 7:30ആയി. എടാ, നമുക്ക് പോകാം. ഇപ്പോൾ തന്നെ ലേറ്റായി. നീ എന്നെ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. നൈറ്റ് ഹസ് ഉറങ്ങിയിട്ട് ഞാൻ വിളിക്കാം നിന്നെ. ഓക്കെ. അങ്ങനെ അവളെ അവിടെ ആക്കി. എന്നും വരുന്ന ബസ് ഇല്ലാത്തത് കൊണ്ടാണ് ലേറ്റായത് എന്ന് കള്ളം പറഞ്ഞ് അവൾ വീട്ടിൽ കയറി. നൈറ്റ് ഷിജി വീഡിയോ കോൾ ചെയ്തു. എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ദിവസമായിരുന്നു എന്ന്. എൻ്റെയും. എടാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? ഞാൻ എന്തും സത്യം മാത്രമേ എൻ്റെ ഷിജിയോട് പറയൂ. നിനക്ക് വേറെ കാമുകിയുണ്ടോ? ഏതെങ്കിലും ചെറിയ പെൺപിള്ളേർ? എൻ്റെ ലൈഫിൽ നീ മാത്രമേ ഉള്ളൂ ഷിജി. ഉറപ്പാണല്ലോ അല്ലേ? എന്നെ നീ ചതിക്കില്ലല്ലോ? ഉറപ്പ് തന്നെ, ഒരിക്കലും ഞാൻ ചതിക്കില്ല. എടോ, താനെന്ന് പറഞ്ഞില്ലേ ഹസ് പേരിന് മാത്രമാണെന്ന്? അതെന്താ? അത് ഞങ്ങൾ തമ്മിൽ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട്. വേറെ ഒന്നും എന്നാൽ എന്താ? മനസ്സിലായിട്ടും അറിയാത്തതുപോലെ നിൽക്കല്ലേ. എന്താ പറ താൻ. അത് തന്നെ, ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ പരിപാടിയൊന്നും നടക്കാറില്ല. ശാരീരികമായ റിലേഷൻഷിപ്പ് ഇല്ല എന്ന് ഇപ്പം മനസ്സിലായോ എൻ്റെ ചുള്ളന്? ഓ ആണോ? അപ്പോൾ കുറേ ആയോ നിങ്ങൾ അതൊക്കെ ചെയ്തിട്ട്? നിനക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? പറ മുത്തേ, എന്നോടല്ലേ? ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 26 വർഷമായി. ഞങ്ങൾ ആകെ 5 തവണ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞ് 2 മാസത്തിൽ 5 വട്ടം മാത്രം. അപ്പോഴേക്കും ഞാൻ ഗർഭിണിയായി. പിന്നീട് ഞങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ തനിക്കിതൊക്കെ ചെയ്യാൻ തോന്നാറില്ലേ? അതൊക്കെയുണ്ട്. എനിക്ക് 3 മക്കൾ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇനി അതൊന്നും നടക്കില്ല. അതൊക്കെ നടക്കും. താൻ പേടിക്കണ്ട. തനിക്ക് ഇനിയും പ്രസവിക്കാൻ പറ്റില്ലേ? അതൊക്കെ പറ്റും. പക്ഷേ ഹസ് അതൊന്നും താല്പര്യമില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ പ്രഗ്നൻ്റ് ആകും? താൻ 2 മക്കൾക്ക് കൂടി ജന്മം നൽകും. ഇതെൻ്റെ ഉറപ്പാണ്. അതൊന്നും വേണ്ട. എനിക്കിനി അങ്ങേരുടെ മക്കൾക്ക് ജന്മം നൽകാൻ താല്പര്യമില്ല. തൻ്റെ ആഗ്രഹം പോലെ 3 മക്കൾ തനിക്കുണ്ടാകും. പോരെ? അതെന്തെങ്കിലും ആവട്ടെ. എടോ, തനിക്ക് എന്നെ ഹസ്സാക്കാനല്ലേ പറ്റാത്തത്? ഇന്നു മുതൽ തൻ്റെ കാമുകനായി കണ്ടൂടെ? നീ എനിക്ക് എൻ്റെ കാമുകൻ തന്നെയാണ്. അതുകൊണ്ടാണ് നിൻ്റെ കൂടെ കറങ്ങാനൊക്കെ ഞാൻ വന്നത്. ആണോ മൈ ലവ്? ഇപ്പോൾ നീ എൻ്റെ കാമുകൻ തന്നെയാണ്. കുറച്ച് കഴിയട്ടെ, എന്നിട്ട് എൻ്റെ ഹസ്സിൻ്റെ പോസ്റ്റിലേക്ക് പ്രമോഷൻ തരാൻ ഞാൻ നോക്കാം. അതുപോലെ നിനക്ക്? മതി, എനിക്കത് മാത്രം കേട്ടാൽ മതി. നീ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കരുത് കേട്ടോ. ലൈഫ് ലോങ് എൻ്റെ കൂടെ നീ വേണം. ഐ ലവ് യു ഡിയർ. ഐ ലവ് യു സോ മച്ച്. ചക്കരെ. എൻ്റെ ഷിജി ആദ്യമായി എനിക്ക് തന്ന ഉമ്മയല്ലേ. ഇനി ചത്താലും ഞാൻ ഹാപ്പിയാണ്. ഫോണിലൂടെ തരുന്നതിന് പകരം ഇന്ന് എനിക്ക് നേരിട്ട് തമ്മ തരാമായിരുന്നില്ലേ? ഓ, അങ്ങനെ ചാവണ്ട. എനിക്ക് വേണം നിന്നെ എന്നും. നേരിട്ട് ഞാൻ തരാം. ഇപ്പോൾ ഫോണിലൂടെ എനിക്ക് തിരിച്ചു തരില്ലേ? ഉമ്മ ഉമ്മ ഉമ്മ. ലവ് യു ഡിയർ. എന്നാൽ പോയി ഉറങ്ങ്. നാളെ നമുക്ക് ഷോപ്പിങ്ങിന് പോകണം. ഓക്കെ, ഗുഡ് നൈറ്റ്. അങ്ങനെ ഷോപ്പിംഗ് പോയി. ഷിജി ഡ്രസ്സ് വാങ്ങി. എല്ലാം എൻ്റെ ഇഷ്ടം നോക്കിയാണ് അവൾ വാങ്ങിയത്. പിന്നെ ഇന്നർ ഗാർമെൻറ്റ് സെക്ഷനിൽ പോയി എന്നെയും കൂട്ടി. നിനക്ക് ഇഷ്ടമുള്ള മോഡൽ എടുക്കടാ. ഓക്കെ, പക്ഷെ സൈസ് എത്രയാ? നീ നോക്കിയിട്ട് എൻ്റെ സൈസ് എത്രയാണെന്ന് ഗസ് ചെയ്യേ.
നിൻ്റെ എല്ലാം സൂപ്പറാണേലും എനിക്ക് സൈസ് അറിയില്ല. ഡാ തെണ്ടി, നീ വേഗത്തിൽ സെലക്ട് ചെയ്യേ. അങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് പാർക്കിങ്ങിലെത്തി. ശരിക്കും സൂപ്പറാണോടാ? എന്ത്? ഷേ, ഈ ചെക്കൻ്റെ ഒരു കാര്യം നേരത്തെ പറഞ്ഞില്ലേ അത്. ഓ, സൂപ്പറാണോ എന്നോ? അത്യുഗ്രനാണ്. നിനക്ക് എങ്ങനെയുള്ളതാണ് ഇഷ്ടം? എൻ്റേത് ഓക്കെയാണോ നിനക്ക്? തൻ്റേത് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. എൻ്റേത് മാത്രമേ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. വേറെ ഇഷ്ടപ്പെട്ടാൽ കൊല്ലും ഞാൻ. വേറെ എനിക്ക് വേണ്ട, താൻ മതി എനിക്ക്. ടാ, ഇന്നലെ നീ നേരിട്ട് ഉമ്മ വേണമെന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഇപ്പോൾ ആരുമില്ല. നിനക്ക് വേണ്ടേ ഉമ്മ? വേണം, താ എനിക്ക്. തരാം, പക്ഷേ എനിക്ക് തിരിച്ചും തരണം. ഓ തരാം മുത്തേ, എനിക്ക് താ ഫസ്റ്റ്. എനിക്ക് കവളിൽ അവളൊരു ഉമ്മ തന്നു, ഇനി തിരിച്ച് താ. ഞാൻ വേഗം അവളെ പിടിച്ച് ലിപ് ലോക്ക് ചെയ്തു. അവൾ എന്നെ തള്ളി മാറ്റി. എന്തേ, തനിക്കിഷ്ടമായില്ലേ? ഐ ആം സോറി. അപ്പോൾ അവൾ എന്നെ പിടിച്ച് ലിപ് ലോക്ക് കിസ് ചെയ്തു. 5 മിനിറ്റ് ഞങ്ങൾ അങ്ങനെ നിന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലിപ് ലോക്ക് ചെയ്തത്. അതാ ഫസ്റ്റ് നിന്നെ തള്ളി മാറ്റിയത്. ആണോ? ഇഷ്ടമായോ നിനക്ക്? പിന്നെ ഞാനും ഫസ്റ്റ് ടൈമാണ്. ഒരുപാട് ഇഷ്ടമായി എനിക്ക്. പിന്നെ നീയല്ലേ പറഞ്ഞത് എൻ്റെ എല്ലാം നിനക്ക് ഒരുപാട് ഇഷ്ടമായെന്ന്. എന്നിട്ട് കിസ് ചെയ്തപ്പോൾ വേറൊന്നിനും ശ്രമിച്ചില്ലല്ലോ. നിനക്കിഷ്ടമാവില്ലെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ചെയ്യാഞ്ഞത്. എന്നാൽ നമുക്ക് ഒന്നുകൂടെ കിസ് ചെയ്യാം. നിനക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തോ. അങ്ങനെ വീണ്ടും കിസ് ചെയ്തു. ഞാൻ അവൾക്ക് വേണ്ടുന്നത് പോലൊക്കെ കെട്ടിപ്പിടിച്ചു. എൻ്റെ പരാക്രമങ്ങൾ കൂടുമെന്ന് മനസ്സിലായപ്പോൾ ഷിജി പറഞ്ഞു, ചെക്കൻ്റെ പൂതി കൊള്ളാലോ, അതിപ്പോൾ വേണ്ട കേട്ടോ. ഷിജി, നമുക്ക് റൂം എടുത്താലോ? അതിനുള്ള ടൈം ആയിട്ടില്ല കേട്ടോ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നൈറ്റ് വീഡിയോ കോൾ. ഇന്നത്തെ ദിവസം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ലടാ. എനിക്കും ലൈഫിൽ ആദ്യമായി ഇന്ന് എൻ്റെ ശരീരവും മനസ്സും നിറഞ്ഞു ശിവ, നീ കാരണം. താങ്ക് യു സോ മച്ച് മൈ ലവ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ ഉമ്മ വെക്കുന്നതും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തത്. എന്നിട്ട് നിനക്കിഷ്ടമായോ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഷിജി മോളെ. നീ കെട്ടിപ്പിടിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ നിൻ്റെ മണം നല്ലപോലെ എനിക്കിഷ്ടമായി. നിൻ്റെ പെർഫ്യൂമിൻ്റെയും വിയർപ്പും കലർന്ന ആ ഗന്ധവും എല്ലാം. ആണോ? അതെ. നിനക്കെൻ്റെ ഹസ് പോസ്റ്റിലേക്ക് പ്രൊമോഷൻ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നീ സ്വീകരിക്കൂ എൻ്റെ ഹസ്സിൻ്റെ പോസ്റ്റ്. തന്നെ കണ്ടതിൽ മുതൽ ഞാൻ തൻ്റെ ഹസ്സാവാൻ കാത്തിരിക്കുക. ആണോ എൻ്റെ പൊന്നെ? ഡാ ശിവ, നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് സുഖവും സന്തോഷവും അറിയാതെ തീർന്നേനെ. എൻ്റെ ഷിജിക്ക് ഇനി മുതൽ സുഖവും സന്തോഷവും ഞാൻ തരും. അതുപോരെ എൻ്റെ പെണ്ണിന്? മതി, അത് മതി എനിക്ക്. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. ഞങ്ങൾ പലതവണ കണ്ടു. ഷിജി, ഡാ, നമ്മൾ പരിചയപ്പെട്ടിട്ട് 2 മാസമായില്ലേ? നിനക്ക് ഞാൻ എൻ്റെ ഹസ്സായി പ്രമോഷൻ തന്നു. എന്നിട്ടും നമ്മൾ ഇതുവരെ എല്ലാ അർത്ഥത്തിലും ഹസ് ആൻഡ് വൈഫ് ആയില്ലല്ലോ. എന്താ നിനക്ക് എല്ലാ അർത്ഥത്തിലും എന്നെ സ്വന്തമാക്കാൻ തോന്നുന്നില്ലേ? തോന്നുന്നില്ലേ എന്നോ? എത്ര നാളായി താൻ എല്ലാ രീതിയിലും എന്നെ സ്വന്തമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡാ, എല്ലാം കഴിഞ്ഞ് നീ എന്നെ വിട്ടിട്ട് പോവില്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ ഒരിക്കലും പോവില്ല. തനിക്ക് എന്നെ വിശ്വാസമില്ലേ? എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഹസ്സാക്കിയത്. എപ്പോഴാ ഷിജി നമുക്കൊന്ന് ഒന്നിക്കാൻ പറ്റുക? എവിടെ വെച്ച് എന്നാ ചെയ്യുക ശിവ? തൻ്റെ വീട്ടിൽ വെച്ച് ചെയ്താലോ? അത് വേണ്ട, എനിക്ക് പേടിയാണ്. ഇതൊന്നും ആരും ഒരിക്കലും അറിയാതെ നോക്കണം. ആരും ഒരിക്കലും അറിയില്ല. അങ്ങനെ 2 ദിവസത്തിന് ശേഷം ശിവ അവൻ്റെ ഫ്രണ്ട് രോഹൻ്റെ ഒരു സ്റ്റാറ്റസ് കണ്ട് ഞെട്ടി. അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി സ്റ്റാറ്റസ് ആയിരുന്നു അത്. അപ്പോഴാണ് ശിവയ്ക്ക് മനസ്സിലായത് ഷിജി അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രോഹൻ്റെ അമ്മയാണെന്ന്. നൈറ്റ് ഷിജി കോൾ ചെയ്തു. ഹാപ്പി ആനിവേഴ്സറി. എനിക്കെന്ത് ആനിവേഴ്സറി? എൻ്റെ ആനിവേഴ്സറി നിന്നെ ഫസ്റ്റ് കണ്ട ദിവസമാണ്. അല്ല, നീ എങ്ങനെ അറിഞ്ഞു ഇതാണെന്ന്? തൻ്റെ മകൻ രോഹൻ്റെ സ്റ്റാറ്റസ് കണ്ടു. താൻ എനിക്ക് കാണിച്ചു തന്ന തൻ്റെ മകൻ്റെ ഫോട്ടോ രോഹൻ്റെ അല്ലല്ലോ. താൻ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്?
സോറിടാ ശിവ, എന്നോട് പിണങ്ങല്ലേ. എൻ്റെ മകൻ്റെ കൂട്ടുകാരനാണ് നീയെന്ന് എനിക്ക് നേരത്തെ അറിയാം. എന്നിട്ട് എന്താ എന്നോട് പറയാത്തത്? തനിക്ക് എങ്ങനെ അറിയും ഞാൻ തൻ്റെ മകൻ്റെ കൂട്ടുകാരനാണെന്ന്? എൻ്റെ മകൻ്റെ കൂടെയുള്ള ഒരുപാട് ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട്. നിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് ഞാനെന്ന് നീ അറിഞ്ഞാൽ എന്നെ നിനക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് പേടിയായിരുന്നു. ഓ, അപ്പോൾ എന്നെ താൻ പറ്റിക്കുകയായിരുന്നല്ലേ? അല്ല, പറ്റിച്ചതല്ല. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. കൂട്ടുകാരൻ്റെ അമ്മയാണെന്ന് നീ അറിഞ്ഞാൽ എനിക്ക് നിന്നെ നഷ്ടമാകും എന്നെൻ്റെ പേടി കൊണ്ടാണ് ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നത്. ഓ, അപ്പോൾ താൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രോഹൻ്റെ അമ്മയാണല്ലേ? ഞാൻ രോഹൻ്റെ മാത്രം അമ്മയാണ്, നിൻ്റെ അമ്മയല്ല. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു തെറ്റല്ല. പ്ലീസ് എന്നെ ഉപേക്ഷിക്കല്ലേ. എൻ്റെ മകൻ്റെ കൂട്ടുകാരനായിട്ടും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നില്ലേ? എൻ്റെ ഹസ്സാക്കാൻ ഞാൻ തയ്യാറാണല്ലോ. നിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയാണ് ഞാൻ എന്നത് നീ മറക്കണം. എന്നിട്ട് എന്നെ നിൻ്റെ ഭാര്യയായി കണ്ടാൽ മതി. പ്ലീസ് ഷിജി, എൻ്റെ പെണ്ണാണ് താൻ. തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. താൻ പേടിക്കേണ്ട, തന്നെ വിട്ട് ഞാൻ പോകില്ല. പോരെ? താങ്ക്സ് ഐ ലവ് യു സോ മച്ച്. എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയാണെന്ന് വെച്ച് തന്നെ ഞാൻ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. എനിക്കും തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു ടു മൈ ലവ്. എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ എൻ്റേത് മാത്രമാണ്. അതെ, ഞാൻ നിൻ്റേത് മാത്രമാണ്. അതുപോലെ എൻ്റെ മകൻ്റെ ഈ കൂട്ടുകാരൻ ഇന്നു മുതൽ എൻ്റേത് മാത്രമാണ്. വേറെ ഒരു പെണ്ണും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അതെ, ഞാൻ തനിക്ക് മാത്രമുള്ളതാണ്. ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല ശിവ. എത്രയും പെട്ടെന്ന് എനിക്ക് നിന്നെ സ്വന്തമാവണം, എല്ലാ അർത്ഥത്തിലും. അതെ, എനിക്കും കാത്തിരിക്കാൻ പറ്റില്ല. ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടടാ. ആണോ? എന്താ അത്? നെക്സ്റ്റ് വീക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് 3 days ടൂറ് പോകുന്നുണ്ട്. വീട്ടിൽ ഞാൻ 4 days ടൂറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓഫീസിൽ ഞാൻ ടൂറ് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അപ്പോൾ ടൂറിൻ്റെ 3 daysഉം 1 day എക്സ്ട്രാ ഞാൻ ലീവ് എടുത്ത് ടോട്ടൽ 4 days നമ്മൾ 2 പേരും മാത്രം ടൂർ പോകുന്നു. അത് കൊള്ളാം, സൂപ്പർ ഐഡിയ. അപ്പോൾ നമ്മൾ 4 days ഊട്ടി പോയി എല്ലാ രീതിയിലും ഒന്നായി ഭാര്യ ഭർത്താവിനെ പോലെ കഴിയുന്നു. ഓക്കെ ഡിയർ. എനിക്ക് നിൻ്റെ കൂടെ കിടക്കാൻ കൊതിയാവുന്നു ശിവ. നിനക്ക് എന്നെ എന്ത് ചെയ്യാനാണ് ആഗ്രഹം? ശിവ എല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. നീ ശരിക്കും അങ്ങനെയൊക്കെ ചെയ്യുമോ? ഉറപ്പായും. എത്രയും വേഗം ആ ഡേറ്റ് ആയിരുന്നുവെങ്കിൽ. അങ്ങനെ ഞങ്ങൾ 2 പേരും കാത്തിരുന്ന ദിവസം വന്നു. ഞങ്ങൾ ഊട്ടി എത്തി. ഷിജി നേരത്തെ തന്നെ അവിടെയുള്ളൊരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ റൂമിലെത്തി. ഷിജി, താൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് ഞാൻ ഫ്രഷ് ആവാം. എനിക്ക് ഫ്രഷ് ആവുന്നത് വരെ കാത്തിരിക്കാനൊന്നും പറ്റില്ലടാ. ഒരു റൗണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഫ്രഷ് ആവാം. ഷിഫോൺ സാരിയിൽ തെളിഞ്ഞു നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയുടെ ആകാരവടവ് നോക്കി ഞാൻ അങ്ങനെ നിന്നു. കൂട്ടുകാരൻ്റെ അമ്മ പതുക്കെ എന്നെ പിന്നിലൂടെ പിടിച്ച് അവളുടെ ദേഹത്തോട്ട് അടുപ്പിച്ച് വെച്ച് ഒരു നീണ്ട കിസ്സങ്ങടിച്ചു. ഞാനും തിരികെ അങ്ങനെ ചെയ്തു. ഏറെ നേരം അത്തരത്തിൽ നിന്ന ശേഷം എന്നെ തന്നെ നോക്കിയിട്ട് അവൾ എൻ്റെ കവിളിലൊരു ഉമ്മ തന്നു. ആ ഉമ്മയിൽ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയുടെ എല്ലാ സ്നേഹവും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവളെ എടുത്ത് ഞാൻ ബെഡിലേക്കിട്ടു. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് നേരം നീണ്ടു നിന്ന അനുഭൂതിയുടെ ലോകത്തിലേക്ക് കടന്നു. സ്വർഗത്തിലൂടെ സഞ്ചരിച്ച നിമിഷങ്ങളായിരുന്നു എനിക്കും അവൾക്കും അത്. ഷിജി, നിൻ്റെ ഹസ്സൊരു പൊട്ടനാണ്. ഇത്രയും സുന്ദരിയായ നീ അടുത്തുണ്ടായിട്ടും അങ്ങേർക്ക് വേണ്ടല്ലോ. അത് നന്നായില്ലേടാ അങ്ങേർക്ക് എന്നെ വേണ്ടാത്തത്. അതുകൊണ്ടാണല്ലോ നിനക്കെല്ലാം തരാൻ പറ്റിയത്. എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ എൻ്റെ നെഞ്ചിൽ തുരുതുരാ ഉമ്മ വെച്ചു. എൻ്റെ നെഞ്ചിൽ തലവെച്ച് അമ്മ കിടന്നു. എൻ്റെ വിരലുകൾ അമ്മയുടെ മുടിയിലും പുറത്തും തലോടിക്കൊണ്ടിരുന്നു. എന്നെ കെട്ടിപ്പിടിച്ച് നിറ കണ്ണുകളോടെ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ പറഞ്ഞു, നിന്നെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സുഖം അറിയില്ലായിരുന്നു. ഞാൻ കണ്ണുനീര് തുടച്ചിട്ട് പറഞ്ഞു, ഇനി മുതൽ ഞാനില്ലേ. നിന്നെ ഇത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ ആഗ്രഹം തീരുന്നില്ല ഷിജി. എനിക്ക് ഇനിയും ചെയ്യാൻ തോന്നുന്നു. 4 ദിവസം മുഴുവൻ നമ്മുടെയല്ലേ. കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ തന്നെ കിടക്കാം, ഷിജി പറഞ്ഞു.
എൻ്റെ ഷിജി, നീ ഒരു മാദക തിടമ്പ് തന്നെയാണ്. നിന്റെ പോലെ സൗന്ദര്യമുള്ള അംഗലാവണ്യമുള്ള ശരീരം ആർക്കും കാണില്ല. പിന്നെ എനിക്ക് നീയല്ലേ ഉള്ളൂ. എനിക്കും നീയേ ഉള്ളടാ, എന്നും വേണം നിന്നെ. അതെല്ലാം കേട്ട് ഞാൻ ഷിജിയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, നീ എൻ്റെ ചക്കരയാടി. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ എല്ലാ അർത്ഥത്തിലും എൻ്റേതായി എന്ന്. എനിക്കും പറ്റുന്നില്ല വിശ്വസിക്കാൻ എൻ്റെ മകൻ്റെ ഉറ്റ കൂട്ടുകാരനുമായി ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന്. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. എനിക്കിന്നാണ് പൂർണ്ണമായ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. നീയല്ലേ എന്നെ ഹാപ്പി ആക്കിയത്. ഞാനിതൊക്കെ ചെയ്തത് എൻ്റെ മകൻ്റെ കൂട്ടുകാരൻ്റെ കൂടെയാണെന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ലോകത്തിലധികം ആർക്കും ഇങ്ങനെ തന്നെ മകൻ്റെ പ്രായമുള്ള മകൻ്റെ കൂട്ടുകാരൻ്റെ കൂടെയുള്ള ഭാഗ്യം കിട്ടില്ല. എന്നാൽ എനിക്ക് ഈ ഭാഗ്യം കിട്ടിയതിൽ, അതും വേറൊരു പെണ്ണിനെ തൊട്ടുക പോലും ചെയ്യാത്തതായ മകൻ്റെ കൂട്ടുകാരനെ കിട്ടിയതിൽ ഞാൻ അതീവ സന്തുഷ്ടയാണ്. ഇനി എന്നും എൻ്റെ ഈ മകൻ്റെ കൂട്ടുകാരൻ എനിക്ക് സ്വന്തമാണ്. നീ എൻ്റെ മകൻ്റെ കൂട്ടുകാരനായതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം. ഞാനും ഭാഗ്യം ചെയ്തവനാണ്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ അമ്മയെ സ്നേഹിക്കാനും എൻ്റെ ഭാര്യയാക്കാനും അവസരം കിട്ടില്ലായിരുന്നു. ശരിക്കും ഞാനാണ് ശിവ ഭാഗ്യം ചെയ്തത്. നിന്നെപ്പോലൊരു ചുള്ളൻ ചെക്കന് ഒരുപാട് ചെറിയ പെൺപിള്ളേരെ കിട്ടും. എന്നാൽ എന്നെപ്പോലൊരു മിൽഫിന് നിന്നെപ്പോലെയുള്ള ചെക്കന്മാരെ കിട്ടാനാ പാട്. നിൻ്റെ മോനും കെട്ടിയോനും നാട്ടിൽ ജോലി ചെയ്യുന്നു. അവരറിയാതെ നമ്മൾ ആഘോഷിക്കുന്നു. പാവം 2 പൊട്ടന്മാർ. അതെ. അതിനിടയിൽ രസം കെടുത്തിക്കൊണ്ട് അവളുടെ കെട്ടിയോൻ്റെ കോള് വന്നു. അവൾ എന്നെ തള്ളി മാറ്റിയിട്ട് ഫോൺ എടുത്തു. IMO കോൾ ആയതുകൊണ്ട് അവൾ ബെഡ്ഷീറ്റ് എടുത്ത് ചുറ്റിയിട്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. ഞാൻ ആ സമയം അവളുടെ അടുത്ത് അയാൾ കാണാത്ത പോലെ കിടന്നു. കെട്ടിയോൻ ഫോൺ എടുത്ത വഴിക്ക് ചോദിച്ചു, എന്തു പറ്റി, കിടക്കുവാണോ? നീ എന്താ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്നേ? ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ലേ? അത് ഞാൻ കുളിക്കാൻ പോവുമായിരുന്നു, ഡ്രസ്സൊക്കെ അഴിച്ചു. അപ്പോഴാണ് ചേട്ടൻ വിളിച്ചത്. വീണ്ടും ഡ്രസ്സ് ഇടാനുള്ള മടി കൊണ്ട് പുതപ്പെടുത്ത് പുതച്ച് ബെഡിൽ കിടന്നതാണ്. ചേട്ടൻ ഫോൺ വെച്ചിട്ട് പോയി കുളിക്കണം. എന്തിനാ ചേട്ടൻ വിളിച്ചത്? നീ അവിടെ എത്തിയോ എന്നറിയാൻ വിളിച്ചതാണ്. ആ ചേട്ടാ, ഞാൻ എത്തിയിട്ട് കുറച്ച് ടൈമായി. അല്ല, നിൻ്റെ മുടിയൊക്കെ എന്താ അഴിഞ്ഞു പാറിക്കിടക്കുന്നത്? പിന്നെ കുളിക്കാൻ പോകുമ്പോൾ മുടി അഴിച്ചിടില്ലേ? എന്തോന്നായേട്ടാ? ഞാൻ ആ സമയത്ത് അവളുടെ കാൽവെള്ളയിലൊന്ന് ഇക്കിളിയിട്ടു. എന്നൊച്ച വെച്ചുകൊണ്ട് അവൾ എന്നെ നോക്കി. ഓ, എന്തു പറ്റിയടി? എന്തിനാ നീ ഒച്ച വെച്ചത്? അതൊന്നുമില്ല ഏട്ടാ, ഇവിടെ തണുപ്പായതുകൊണ്ട് കാലൊന്ന് തരിപ്പ് കയറിയതാണ്. ഞാൻ കുളിക്കട്ടെ, കുളിച്ചിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ഷിജി ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് 2 പേരും കൂടെ ഒരേ ചിരി. എന്ത് പൊട്ടനാടി അങ്ങേര്! ഇങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അനുഭവിച്ചോ, നമുക്കും അതല്ലേ വേണ്ടത്. എന്തൊരു കഴപ്പാണ് ഷിജി ഇത്. ഒരിക്കലും തീരരുത് എന്ന എൻ്റെ പ്രാർത്ഥന. അതൊരിക്കലും തീരില്ലടാ, നീ പേടിക്കണ്ട. 26 വർഷം മൂടി വെച്ചതല്ലേ, ഇനി എല്ലാം തീർക്കണം. നീ തീർത്ത് തരണം. തരാം, ഞാൻ തീർത്ത് തരാം. അതുപോരെ എൻ്റെ പെണ്ണിന്. തിരിഞ്ഞു നിൽക്ക് ചക്കരെ എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ ചെന്നു. അങ്ങനെ ഒരു 15 മിനിറ്റ് അവളുമായി വീണ്ടും റൊമാൻസിൽ ഏർപ്പെട്ടു. അപ്പോഴേക്കും അവളുടെ ഹസ് വീണ്ടും വിളിച്ചു. ഡാ, ആ ശല്യം വീണ്ടും വിളിക്കുന്നുണ്ട്, നമ്മുടെ മൂഡ് കളയാൻ. സാരമില്ല, താൻ ഫോൺ എടുക്ക്. ഒരു രസമല്ലേ തൻ്റെ കെട്ടിയോൻ ഫോൺ വിളിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അത് ശരിയാ, അങ്ങേരോട് ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇരട്ടി എൻ്റർടൈൻമെൻ്റ് ആണ്. പക്ഷേ അങ്ങേർക്ക് എന്തെങ്കിലും മനസ്സിലായാൽ പിന്നെ നമ്മൾ തീർന്നു. ഇപ്പോൾ എങ്ങനെ ഞാൻ ഫോൺ എടുക്കും? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ മതി. അവളുടെ ഹസ്ബൻഡ്, നീ ഇത്രയും ടൈമായിട്ട് കുളിച്ചില്ലേ? കുളിച്ചു. എന്നിട്ട് നീ എന്താ നേരത്തെ കിടന്ന പോലെ തന്നെ ബെഡ്ഷീറ്റ് പുതച്ച് തന്നെ കിടക്കുന്നത്? ഇപ്പോൾ കുളിച്ച് വന്ന് ഡ്രസ്സ് ഇടാൻ പോവുമായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ വീണ്ടും വിളിച്ചത്. എനിക്ക് ഡ്രസ്സ് ഇടാൻ പോലും നിങ്ങൾ ടൈം തന്നില്ല. എന്നിട്ട് എന്നോട് എന്താ ഡ്രസ്സ് ഇടാത്തതെന്ന് ചോദിച്ച് ചൂടാകുന്നോ? നിങ്ങളൊന്ന് പോയേ. ഇത് പറയുമ്പോൾ എൻ്റെ കൈകൾ കോർത്തു പിടിച്ച് അവൾ കിടക്കുകയായിരുന്നു. നിനക്ക് എന്താ ഇത്ര തിരക്ക് പോകാൻ? ഞാനിവിടെ കാമുകൻ്റെ കൂടെ സൂയിക്കുക. അതാ എനിക്ക് ഫോൺ കട്ട് ചെയ്യാൻ ഇത്ര തിരക്ക്. ഓ,
ഓ ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി. അവിടെ എല്ലാവരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണല്ലേ പുറത്തു പോകാൻ? ആ അതെ, എല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഓക്കെ, നീ പൊയ്ക്കോ, പിന്നെ വിളിക്കാം. ഇനി വിളിക്കണ്ട, 4 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, അപ്പോൾ കാണാം. ഓക്കെ ബൈ. എടി, നിൻ്റെ കെട്ടിയോ ശരിക്കും പൊട്ടനാണ്. നീ നിൻ്റെ കാമുകൻ്റെ കൂടെ സൂയിക്കുകയാണെന്ന് പറഞ്ഞിട്ടും അയാളത് വിശ്വസിച്ചില്ല. അതെ, ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ സത്യം പറഞ്ഞു പോയതാണ്. ഭാഗ്യം അങ്ങേര് പൊട്ടനായോണ്ട് അത് വിശ്വസിച്ചില്ല. ആ പിന്നെ എൻ്റെ ചക്കര ഇങ്ങോട്ട് വന്നേ, എനിക്ക് കുറച്ചുകൂടെ പണിയുണ്ട്. ആ ഇനി അങ്ങോട്ട് എൻ്റെ ശരീരവും മനസ്സും എൻ്റെ ഈ കൂട്ടുകാരൻ്റെ അമ്മയ്ക്കുള്ളതാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ അവിടെ ബെഡിൽ കിടന്നുറങ്ങി. ഈവനിങ് ഉറക്കം എണീച്ചു പോയി. 2 പേരും ഒരുമിച്ച് കുളിച്ചു. നൈറ്റ് പുറത്തൊക്കെ പോയി കറങ്ങി ഫുഡൊക്കെ കഴിച്ച് റൂമിൽ വന്നു. ഒരു റൗണ്ട് കൂടി റൊമാൻസ് ചെയ്ത് ക്ഷീണിച്ച് കിടന്നുറങ്ങി. അങ്ങനെ 4 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഷിജി ശരിക്കും എന്നിൽ സാറ്റിസ്ഫൈഡായി. ഞാനും തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ഷിജി, ഇനി എന്നാ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റുക? താൻ പറഞ്ഞാൽ മതി, ഞാൻ എപ്പോഴും തയ്യാറാണ്. ഇനി ഇതുപോലെ ട്രിപ്പൊന്നും വന്ന് ചെയ്യാൻ ഈ അടുത്ത കാലത്തൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇനി ഇപ്പോഴൊന്നും നടക്കില്ല എന്നാണോ താൻ പറയുന്നത്? അല്ല, ഇനി നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യണം. അതെങ്ങനെ നാട്ടിൽ നിന്നാണെങ്കിൽ എപ്പോഴെങ്കിലും തൻ്റെ മകനോ അല്ലെങ്കിൽ തൻ്റെ കെട്ടിയോനോ നമ്മൾ ഒരുമിച്ച് കണ്ടാലോ? അപ്പോൾ എന്ത് ചെയ്യും? അതിനൊരു വഴിയുണ്ടടാ. നാട്ടിലെത്തിയാൽ എത്രയും പെട്ടെന്ന് നീ എൻ്റെ മകൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരണം. എന്നിട്ട് എൻ്റെ കെട്ടിയോനെയും എന്നെയും നീ പരിചയപ്പെടണം. പിന്നെ ഇടയ്ക്ക് അവർ രണ്ടാളും വീട്ടിലില്ലാത്ത സമയത്ത് നീ വീട്ടിൽ വന്ന് എന്നെ കാണണം. അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മകനോ കെട്ടിയോനോ വന്നാൽ നീ എൻ്റെ മകനെ കാണാൻ വന്നാണെന്ന് പറയാം. പുറത്ത് വെച്ച് നമ്മളെ കണ്ടാൽ നമ്മൾ യാദൃശ്ചികമായി കണ്ടതാണെന്ന് പറയൂ അവരോട്. ഓ സൂപ്പർ ഐഡിയ ആണല്ലോ, അത് കൊള്ളാം. എൻ്റെ പെണ്ണിൻ്റെ ബുദ്ധി അപാരം തന്നെ. ഡാ, പിന്നെ നീ എൻ്റെ കെട്ടിയോനെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വെച്ച് കണ്ട് സംസാരിച്ച് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് ലൈഫ് ലോങ് ആർക്കും സംശയം തോന്നാതെ നന്നായി ജീവിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ താൻ പറയുന്ന പോലെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. ഞാൻ എൻ്റെ വീട്ടിലേക്കും അവൾ അവളുടെ വീട്ടിലേക്കും പോയി. അപ്പം നമ്മുടെ ഈ സ്റ്റോറി നമ്മുടെ ഒരു സബ്സ്ക്രൈബറായ നിഷി അയച്ചു തന്നെയാണ്. അപ്പോൾ ഈ പാർട്ടിന് നല്ല റീച്ച് ഉണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ട് ഇട്ട് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത പാർട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഉടനെ സെക്കൻഡ് പാർട്ട് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് വേഗം കാണാം. അതുവരെ വിത്ത് ലവ്, അലീന.